മയിലിനെ കണ്ടു. ഇതുപോലെ പല വന്യമൃഗം ഇതൊക്കെയാണ് കേട്ടോ സീതത്തോടിലേക്ക് പോകുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ബിഗ് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ് എൻ്റെ കെട്ടിയവന്. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്. ഞാൻ പോകുന്നത് 150 കിലോമീറ്റർ അകലെ എറണാകുളത്തേക്കാണ് പോകുന്നത്. ബസ്സിനാണ് പോകുന്നത്. ഇവിടുന്ന് ഒരു 12:30 സമയത്തൊരു ബസ്സുണ്ട്. അപ്പോൾ ആ ബസ്സിന് കയറിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം ഏട്ടൻ അറിഞ്ഞിട്ടില്ല ഞാൻ ഇന്ന് ചെല്ലുമെന്നോ ഒന്നും. ഞാൻ ജസ്റ്റ് ഒരു ക്ലൂ ചോദിച്ചിരുന്നു, അവിടെ ഉണ്ടോ, ഇങ്ങോട്ടേക്ക് വരുമോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അപ്പം ഇങ്ങോട്ടേക്ക് വരത്തില്ലെന്ന് അറിഞ്ഞപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോവാണ്. വലിയൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. അപ്പം ഞാൻ പോവാണ്. കുറേ നാളുകൾ ഒരു 1.5 വർഷത്തോളമായി ഞാൻ എറണാകുളത്ത് പോയിട്ട് ബസ്സിലാണ് പോകുന്നത്. എങ്ങനെയായി തീരുമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ പപ്പ എന്നെ സ്ഥലത്തോട് വരെ കൊണ്ടുവിടാൻ പോവാണ്. ബൈ ബൈ. അപ്പോൾ ബാക്കി ഞാൻ കാണിക്കാം. പപ്പ എന്നെ കൊണ്ടുവിടാൻ വണ്ടിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇതിന് ഞാനിപ്പോൾ സ്ഥലത്തോട് പോകും. ഇത് എൻ്റെ വീട്ടിൽ നിന്ന് സീതത്തോടിലേക്കുള്ള വഴിയാണ് കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ ഇത് കണ്ടിട്ടുണ്ടാകത്തില്ല. സൈഡുകൾ നിറയെ കാടും ചപ്പും ഒക്കെയാണ്. ഞാൻ പപ്പായും കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോയ വഴിക്ക് ഇതൊക്കെയാണ് കേട്ടോ സീതത്തോടിലേക്ക് പോകുന്ന വഴി. 2 സൈഡും വലിയ കുഴികളും വലിയ മലകളും ഒക്കെയാണ്. ഇതൊക്കെ പച്ചമരുന്നുകളാണ് നിൽക്കുന്നത്. എവിടെ നോക്കിയാലും ഈ പച്ചിപ്പ് മാത്രം. ഇവിടെ 2018 വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് ഈ ഒരു ഭാഗത്ത് ഉരുൾപൊട്ടിയതാണ് കേട്ടോ. ഇവിടുന്ന് താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ വലിയ കുഴി കാണാം. ഈ ഒരു പൊസിഷനിൽ നിന്ന് താഴത്തോട്ട് ഉരുൾ വെട്ടിപ്പോയതാണ്. വലിയ കുഴിയാണ് കേട്ടോ. മുഴുവൻ പച്ചപ്പും വലിയ മലകളും ഒക്കെയാണ്. നല്ല ഇറക്കമുള്ള സ്ഥലമാണ്. ഇതുവഴി പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും റോഡ്. അപ്പോൾ വന്ന വഴിക്ക് നമ്മൾ വലിയൊരു കാഴ്ചയൊക്കെ കണ്ടു. മയിലിനെ കണ്ടു. ഇതുപോലെ പല വന്യമൃഗങ്ങളും ഇതുപോലെ റോഡിൽ നിൽക്കും. അപ്പം നമ്മൾ 2 മയിലിനെ കണ്ടു. ഒത്തിരി മയിലുകളൊക്കെ ഉണ്ട്. നമ്മൾ വന്ന വഴിക്ക് കണ്ടതാണിത് കേട്ടോ. അത് പിന്നെ അങ്ങ് പോയി. പിന്നെ താഴത്തോട്ട് ഇറങ്ങിപ്പോയതങ്ങ്. നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിപ്പോൾ താഴത്തോട്ട് നോക്കിയാൽ വലിയൊരു ഇറക്കം ഇറങ്ങാൻ പോവാണ് കേട്ടോ. നമ്മൾ സീതത്തോട്ടിലേക്ക് പോകാനുള്ള വലിയ ഇറക്കമാണ്. ഈ ഇറക്കവും കയറ്റവും ഒക്കെ നടന്ന് കയറിയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. വലിയൊരു പാറമുകളിൽ ഒരു അമ്പലമൊക്കെ ഉണ്ട് അടുത്ത വശത്ത്. അവിടെയാണത് എടുക്കാൻ പറ്റിയില്ല. ഇത് വലിയൊരു ഇറക്കമാണ്. തിരിച്ചു വരുമ്പോൾ അതുപോലെ നല്ല കയറ്റവുമാണ്. ഇത് നമ്മളിപ്പോൾ ആ വലിയ ഇറക്കം ഇറങ്ങിപ്പൊക്കോണ്ടിരിക്കുകയാണ്. 2 സൈഡിലും നിറച്ച് പച്ചപ്പും മുന്നിലേക്ക് നോക്കിക്ക് നിറച്ച് മലകളും കുന്നുകളും ഒക്കെ മാത്രമേ ഉള്ളൂ. അപ്പം ഇങ്ങനത്തെ ഇറക്കമാണ്. ഇനി ഇതാണ് നമ്മുടെ കക്കാട് പവർ സ്റ്റേഷൻ. നമ്മുടെ സീതത്തോടിനോട് ചേർന്നിരിക്കുന്ന കക്കാട് പവർ ഹൗസാണിത് കേട്ടോ. അവിടെ ജലവൈദ്യുതി പദ്ധതി ഉള്ള കക്കാട് പവർ ഹൗസ്. ഇനി നമ്മൾ നമ്മുടെ മെയിൻ റോഡിലേക്ക് എത്താൻ പോവാണ്. നമ്മൾ സീതത്തോട് നാട്ടിലെത്തിയിരിക്കുന്നു ഗൈസ്. നമ്മുടെ കാട്ടിൽ നിന്ന് നമ്മുടെ സീതത്തോട് സിറ്റിയിൽ വന്നിരിക്കുന്നു. ഇതാണ് സീതത്തോട് സിറ്റി റോഡാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പം നമ്മൾ പോയി ബസ് സ്റ്റോപ്പിലേക്ക് പോവാണ്. എറണാകുളം ബസ് അവിടെ കിടപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം നമ്മുടെ മെയിൻ റോഡാണ് കേട്ടോ. ഇപ്പം ഇതുവഴി അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഒരു പുതിയ പാലം പണിഞ്ഞിട്ടുണ്ട്. 3 മാസം കൊണ്ടാണ് ആ പാലം പണിഞ്ഞു തീർന്നത് കേട്ടോ. അപ്പം അത്രയ്ക്കും കഷ്ടപ്പെട്ടിരുന്നു നമ്മുടെ സീതത്തോട് നാട്ടുകാർ ഈ ഒരു കുഞ്ഞു പാലത്തിന് അക്കരെ കയറാൻ വേണ്ടിയിട്ട്. 3 മാസം കൊണ്ടാണ് നമ്മുടെ MLA എല്ലാവരും കൂടി ചേർന്ന് ഈ പാലം വലുതാക്കിയത്, പണിഞ്ഞത്. അപ്പം കണ്ടോളൂ, ഇതാണ് ഞങ്ങളുടെ സീതത്തോടിൻ്റെ സ്വന്തം പാലം. അത്ര ഫേമസ് ആണ് കേട്ടോ. അത്ര വേഗത്തിലാണിത് പണി തീർത്തത്. അതുകൊണ്ട് ഇത്ര ഫേമസ് ആണ്. അപ്പം എന്നെ പപ്പ ഇവിടെ ഇറക്കി വിടും. ഇവിടുന്ന് എനിക്ക് ATM-ന്ന് പൈസ എടുക്കണം. എന്നിട്ട് നമ്മൾ നേരെ ബസ് കിടക്കുന്നിടത്തേക്ക് ഓടിപ്പോകും. ഇനി നമുക്ക് ATM-ലോട്ട് പോകാം. ATM-ൽ പോയി ചെറപറ കുത്തി എന്നിട്ട് പൈസ വന്നു. 2 നോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ ബസ് KSRTC ബസ്സാണ് കേട്ടോ. അത് 10:30 ആകുമ്പോൾ വൈറ്റിലയിൽ നിന്ന് ഇവിടെ വന്ന് കിടക്കുന്നതോ അതാണ് എൻ്റെ ബസ്. പിന്നെ എൻ്റെ ബസ് അവിടെ കിടപ്പുണ്ട്. ഞാൻ ബസ്സിൽ കയറി എറണാകുളത്തേക്ക് യാത്ര തിരിച്ചു. ഇനിയിപ്പോൾ ഇത് അമ്മാസ് പേസ്ട്രിയുടെ അവിടെ ഞാൻ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ സർപ്രൈസ് കൊടുക്കണം. അതാണ് കട കേട്ടോ. അവിടെ ആളുണ്ട്. വന്ന് കണ്ടപ്പോളേ ഇറങ്ങി വന്ന് എന്നെ കണ്ടപ്പോഴേ ചാടി ഓടി വന്ന ആളിങ്ങ. ഞാനില്ലെങ്കിൽ നാളെ അങ്ങോട്ട് വരാന്ന് വിചാരിച്ചിരിക്കുന്നു. ഞാൻ തന്നെ പോവുകയാണ് ഗായ്സ്. ഇതോടെ ഇവിടെ ഇത് ക്ലോസ് ആവും.
വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ടാറ്റാ.